സമഗ്രമായ വിദ്യാഭ്യാസവും സുരക്ഷിതമായ ജോലിയും ആർഭാടമായിരുന്ന 70കളിൽ അവിടെ നിന്നും നടന്ന് അരങ്ങും അബ്രപാളിയുമൊക്കെ സ്വപ്നം കണ്ടൊരു മലബാറുകാരൻ. എടപ്പാൾ പൊന്നാങ്കുഴി വീട്ടിൽ പരമേശ്വരൻ നായരുടെ തന്റേടിയായ മകൻ. അതുവരെ അയാൾക്ക് സ്വന്തമായിരുന്ന അധ്യാപകന്റെ അച്ചടക്കമുള്ള ഐഡന്റിറ്റിയിൽ നിന്നും അച്ചടക്കം അടിമത്തം കൂടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കഥാപാത്രത്തിലേക്ക് അയാളെ അനായാസം ആവാഹിച്ചെടുത്തു മലയാളികളുടെ സ്വന്തം അക്ഷര മാന്ത്രികൻ MT വാസുദേവൻ നായർ. ഓരോ സംഭാഷണങ്ങളിലും ഒരു മഹാസാഗരമൊളിപ്പിക്കുന്ന MTN സ്കൂളിലെ ആ വിദ്യാർത്ഥി ആ സവിശേഷമായ സംഭാഷണ ശൈലി തന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി തന്നെയാക്കി മാറ്റി. വ്യവസ്ഥിതികൾക്കെതിരെയും വ്യവസ്ഥാപിത താൽപ്പര്യങ്ങൾക്കെതിരെയും ശക്തമായി പ്രതികരിക്കുവാൻ പിന്നീട് മലയാളത്തിന്റെ വെള്ളിത്തിര കണ്ട എക്കാലത്തെയും വലിയ നടൻ. ക്ഷുഭിത യൗവനം എന്ന വാക്കിന് 70കളുടെയും 80കളുടെയും ബ്രാൻഡ് അംബാസിഡർ. നടനും നിർമ്മാതാവുമായി മലയാള സിനിമയുടെ പ്രിയപ്പെട്ട താര സൗകുമാര്യം. ഓർമ്മയിൽ എന്നും സുകുമാരൻ. ഹൃദയസഖി നീ അരികിൽ വരൂ. മറ്റെത്രയോ പെൺകുട്ടികളുണ്ട് ഈ കോളേജിൽ. അവരോടൊന്നും തോന്നാത്തൊരു പ്രത്യേകത എന്റെ ശാലിനിയോട് തോന്നാൻ. അപ്പന്റെ തറവാട്ടു മഹിമയും വെച്ച് കാശുള്ള അലയൻസിന് പോകാത്ത ഞാൻ ഒരു മണ്ടനോ ഭ്രാന്തനോ ഒക്കെ ആയിരുന്നു ബന്ധുക്കളുടെ കണ്ണിൽ. 4 കോപ്പി കൂടുതൽ ചിലവാകാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുമല്ലേ? എനിക്കൊന്നും പറ്റിയില്ല എന്റെ പൊന്നുകോരെ. താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഓരോ പൗരനും അവകാശമുണ്ട്. അതിനുള്ളൊരവസരം മാത്രമാണ് അയാൾക്ക് അനുവദിക്കപ്പെടുന്ന ജാമ്യം. ഇവിടെ വെച്ചതാ ഞാൻ പറയുന്നു, എന്റെ പെങ്ങളുടെ ജീവിതം തകർത്താൽ അപ്പുകുട്ടൻ നായരല്ല ഏത് ഉണ്ണിത്തമ്പരാണെങ്കിലും ഞാൻ ചോദിക്കും. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പ്രോജക്ട് ഏതെങ്കിലും ഒരു റിസർച്ച് സെന്ററിൽ വെച്ച് നടത്തേണ്ട കാര്യമേ ഉള്ളൂ. ഈ പ്രോജക്ടിനെ ഈ അക്കാദമി തന്നെ തിരഞ്ഞെടുത്തത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കവറപ്പാണ്. ഇവിടെ നല്ല ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിശക്തിയുള്ള പുരുഷന്മാരിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുക. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാനെന്ന് വെച്ചാൽ എല്ലാവർക്കും ജീവനായിരുന്നു. പെൺകുട്ടികൾക്കും അങ്ങനെയായിരുന്നു. അയ്യോ, അതൊന്നും പറയണ്ട. സുകുമാരൻ സാറിന്റെ ഓർമ്മകളിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ആദ്യം അതിഥിയായി എത്തുന്നത് ഓർമ്മകളെ ഊർജമാക്കിയ ഒരാൾ. സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മല്ലിക സുകുമാരൻ. ചേച്ചി നമസ്കാരം. 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 ഓർമ്മയിൽ എന്നു പറയുന്ന ഈ പരിപാടിയിൽ ചേച്ചി വരുമ്പം ഒരു വലിയ കൗതുകം. ഒരുപാട് മലയാളികളുടെ വിചാരം, ഞാൻ ഉൾപ്പെടെ അടുത്ത കാലത്ത് വരെ ഈ സുകുമാരൻ സാർ ഒരു തിരുവനന്തപുരംകാരനാണ് എന്ന് വിചാരിച്ച ഒരുപാട് ആളുകളുണ്ട്. എടപ്പാളാണ് സ്വദേശം. എടപ്പാളാണ്. ശുഗപുരം ജംഗ്ഷനിലാ താമസം. ചേച്ചി തിരുവനന്തപുരത്താണ്. അല്ല, ഹരിപ്പാട്. അതെ, പഠിച്ചതൊക്കെ തിരുവനന്തപുരത്ത്. അതാണ് സുഗോട്ടനെ അങ്ങനെ തോന്നാൻ കാര്യം. സുഗോട്ടനെയും പഠിത്തമൊക്കെ യൂണിവേഴ്സിറ്റി കോളേജും ഒക്കെ ആയിരുന്നു തിരുവനന്തപുരത്തായിരുന്നു. പുള്ളിയുടെ ഒരു തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് വിഹാരം ഉണ്ടായിരുന്നത്. ഈ പരിപാടി തുടങ്ങുമ്പം നമ്മൾ ഒരു ചോദ്യം, ആദ്യമായിട്ട് കണ്ടതോ ഒരു ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാവും, ഞങ്ങൾക്കറിയില്ല. അല്ല, അത് ഓർമ്മിക്കാനുള്ള കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ പെങ്ങളും ഞാനും കൂടെ 5ാം ക്ലാസ് തൊട്ട് കോട്ടൺ ഹിൽ സ്കൂളിൽ തിരുവനന്തപുരത്ത്, അത് കഴിഞ്ഞ് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. അപ്പോൾ അങ്ങനെ സതിയുടെ കൂടെ ഇദ്ദേഹം സിനിമാ നടനായിട്ട് കാണുന്നതിന് മുമ്പേ ഞാൻ സതിയുടെ പിറന്നാളിന് വീട്ടിൽ പോകുമ്പോഴൊക്കെ ഇതെൻ്റെ മൂത്ത ബ്രദർ, രണ്ടാമത്തെ ബ്രദർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇദ്ദേഹം ഇങ്ങനെ ലെക്ചർ ഉദ്യോഗമൊക്കെ കളഞ്ഞേച്ച് സിനിമയെ വരുമെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും അങ്ങനെ കണ്ടിട്ടുണ്ട്. MA ഇംഗ്ലീഷോ മറ്റേ ആയിരുന്നില്ലേ? ലിറ്ററേച്ചർ MA ഇംഗ്ലീഷായിരുന്നു. അത് കഴിഞ്ഞ് LLB പാസ്സായി LLM പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്ര ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സമയത്ത് ഞാനിപ്പം ആമുഖത്തിൽ പറഞ്ഞു, വിദ്യാഭ്യാസം ജോലി എന്നൊക്കെ പറയുന്നതാണ് വലിയ പാട്. ആ സമയത്ത് ഒരാൾ സിനിമയിട്ട് പോവാന്ന് പറഞ്ഞാൽ എല്ലാവരും എന്താ അങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും അതെ. അത് അന്ന് തന്നെ ഇപ്പം ഈ പറയുന്നുണ്ട്, ഇംഗ്ലീഷ് ഒരു ലെക്ചറായിട്ടിരുന്ന ഒരാൾ അതോ നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ്, തലശ്ശേരി, കാസർഗോഡ്, ഇവിടെ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് സിനിമയിലോട്ട് വരുന്നു എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു. അത് പിന്നെ നമ്മുടെ സുരാസ് ഹോട്ടലില്ലേ, അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധമായിരുന്നു ഈ ശംഖുപുഷ്പം കൂടെ അഭിനയിച്ചിട്ട് നീ ടാൻസാനിയയിലെ കണ്ട് ജോലി കിട്ടി, അതുകൊണ്ട് അപ്പൊ ഇതുകൂടെ അഭിനയിച്ചിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിർബന്ധിച്ച് ശംഖുപുഷ്പത്തിൽ അഭിനയിച്ചു. ആ പടം സോമേട്ടനൊക്കെ ഉണ്ട്. ആ പടം കയറി അങ്ങ് ഹിറ്റായി. ഇദ്ദേഹം കാണാനൊക്കെ കൊള്ളാവുന്ന ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ, കൊള്ളാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അടുത്ത പടം വന്നു. പിന്നെ പൂർണ്ണമായിട്ടും സിനിമയിലേക്കായി. അപ്പം സിനിമയ്ക്ക് മുമ്പേ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഇനി നമുക്ക് പറയേണ്ടതുണ്ട്. സുകുമാരൻ സാറുമായിട്ട്
പ്രവർത്തിച്ചിട്ടുള്ള സൗഹൃദമുള്ള ആത്മബന്ധങ്ങളുള്ള ഒരുപാട് പേർ ഇനിയും നമ്മളോടൊപ്പം സംസാരിക്കാൻ എത്തേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പായി ചേച്ചി